ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. ഒലിപ്പാറയിലേക്കുള്ള യാത്രാ മധ്യേ ഇവിടേക്ക് ഈ പാടത്തിലേക്ക് ഇറങ്ങിയത് വേറൊന്നുമല്ല, ഈ കിണർ കണ്ടിട്ടാ. വേറൊന്നുമല്ല, പാലക്കാടൻ ദൃശ്യങ്ങളിൽ ഇത് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സംഭവം തന്നെയാണ്. പാടത്തിൻ്റെ നടുവിൽ ഇത്തരം കിണറുകൾ നിങ്ങൾക്ക് പാലക്കാട് പല ഇടങ്ങളിലും കാണാൻ പറ്റും. അത് ഒരെണ്ണം ഇവിടെയും കണ്ടു. അതിൽ ഇതുപോലെ ആല് മുളച്ച് നിൽക്കുന്നുണ്ടാവും, തൊട്ടടുത്ത് കരിമ്പന നിൽപ്പുണ്ടാവും, കരിമ്പന കൂട്ടങ്ങളുണ്ടാവും ചില സ്ഥലത്ത്. ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇത് കൃഷിക്കും പിന്നെ ചില സ്ഥലത്ത് പഞ്ചായത്ത് കിണറായിട്ട് പൊതു കിണറായിട്ട് ഉപയോഗിക്കുന്ന കിണറാണ്. കുടിവെള്ള ആവശ്യത്തിനൊക്കെ കിണറുകൾ ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇതങ്ങനെ ഒറ്റ കിണർ കുഴിക്കും. അത് ഇവിടുത്തെ ഒരു പണ്ട് മുതലേ ഇവിടെ ഉള്ള ശീലം. കാരണം വെള്ളം അധികം അങ്ങനെ കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാലക്കാട്. അപ്പോൾ ഇങ്ങനെ ഒറ്റ കിണറൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട്. നേരെ ഒലിപ്പാറയിലേക്ക് പോകാം. എന്തായാലും കുറച്ച് ഈ പാടം വഴിയാണ്ട് കയറി കട്ട് ചെയ്തു. അത് ആ റോഡ് നേരെ ഒലിപ്പാറയ്ക്കുള്ള റോഡാണ്. നല്ല സ്വർണ്ണ നിറത്തിൽ വിളഞ്ഞ് നിൽക്കണ കണ്ട. പാലക്കാട് നമ്മുടെ നെല്ലറയാണ്, അറിയാലോ അല്ലേ? ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇങ്ങനെ ഒരുപാട് കാണാം. നല്ല വിളഞ്ഞ് നിൽക്കുന്ന നെൽപ്പാടങ്ങളും കതിരുകളും. ഇതിങ്ങനെ കാണുന്നത് തന്നെ എന്തൊരു ആശ്വാസമാണെന്നറിയാമോ? ഇത് ഇനിയും ഇവിടെ ധാരാളം ഉണ്ടാവട്ടെ, എന്നാലും നമുക്കൊക്കെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്തായാലും പാലക്കാട് നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒലിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഒലിപ്പാറയിലേക്കുള്ള യാത്രാ വഴിയാണ് നമ്മൾ. ഇന്നത്തെ സി കേരളം സൂപ്പർ ബമ്പർ നമ്മൾ അടിച്ചു പൊളിക്കാൻ പോകുന്നത് ഒലിപ്പാറയിലാണ്. പോകുന്ന വഴിക്ക് ഈ മനോഹാരിതയൊക്കെ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. പാട്ട് കേൾക്കുന്നുണ്ടോ നിങ്ങൾ? തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പാട്ട് വെച്ചിരിക്കുന്നതാണ്. ഭക്തിഗാനങ്ങളാണ്. യേശുദാസ് പാടി തകർക്കുകയാണ്. ദാസൻ്റെ പാടി തകർക്കുകയാണ്. പിന്നെ ഈ കാണുന്ന മലനിരകൾ കണ്ടോ? അതിങ്ങനെ ഇത് ആണ് നമ്മുടെ ബോർഡർ. സഹ്യ മലനിരകൾ എന്ന് പറയില്ലേ, ആ സംഭവമാണ്. അതിൻ്റെ ഒരു കുഞ്ഞു പീസാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ മടക്കായിട്ട് അങ്ങോട്ട് പോകും. നമ്മൾ പാലക്കാട് കോയമ്പത്തൂർ റൂട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാം അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ നെൽകൃഷി തന്നെയാണ്. ഇതെല്ലാം കണ്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോയി നേരെ നമ്മുടെ ഗെയിം സോണിലേക്ക് എത്താം. റെഡി അല്ലേ? ഒലിപ്പാറയിലേക്കുള്ള യാത്ര നമ്മളിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ്. പോവാം. നമ്മൾ അവിടെ നിന്ന് നടന്ന് വന്ന് ഒലിപ്പാറയിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഇത് നമ്മൾ നേരത്തെ പാടം കണ്ടു, നല്ല പച്ചപ്പുള്ള പാടം കണ്ടു. ഇത് കൊയ്തൊഴിഞ്ഞ പാടമാണ്. അവരിപ്പോൾ വൈക്കോല് ശേഖരിച്ച് അത് വണ്ടിയിൽ പാക്ക് ചെയ്ത് അയച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയായിരുന്നു. ഞാൻ വന്നപ്പോൾ അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല, അവർ നൈസിനെ അവിടെ മാറി ഭക്ഷണം കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നെല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് ഒരു ഏരിയയിൽ. അത് ശേഖരിച്ച് കൂട്ടിയിട്ടുണ്ട്. ബാക്കി വൈക്കോല് പാക്ക് ചെയ്ത് ഇത് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് ഇവിടെ നിന്ന് വൈക്കോല് പോകുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചകളാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് നേരെ ഇനി ഒലിപ്പാറയിലേക്കുള്ള യാത്ര തുടരാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, വാ. അപ്പോൾ നമ്മൾ ഒലിപ്പാറയിലേക്കുള്ള യാത്രാ മധ്യേ ഞാനൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഒരു മെയിൻ ജംഗ്ഷൻ നിർത്തിയാണ്. ഇത് അടിപ്പരണ്ട എന്ന് പറയുന്ന ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് അടുത്ത ജംഗ്ഷനാണ് നമ്മുടെ മെയിൻ സെൻറ്റർ ഒലിപ്പാറ. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി ചായക്കടയുണ്ട്. അവിടെ ചേട്ടന്മാരൊക്കെ നമ്മളെ കാത്തു നിൽക്കുകയാണ്. ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് നമുക്കൊരു ചായയും കുടിച്ചിട്ട് നമ്മുടെ മെയിൻ സെൻറ്ററിലേക്ക് പോകാം. നമസ്കാരം. അത് ശരി, എന്താ പേര്? സിദ്ദിഖാണ് അവിടുത്തെ മെയിൻ ആള്. നിങ്ങളെ കണ്ട നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസത്തിൽ അല്ലപ്പിച്ച മൊല്ലാക്കിനൊക്കെ പോലെ ഉണ്ടല്ലോ. ഈ ലുക്ക് അങ്ങനെ റെഡിയാക്കി എടുത്തതാണോ?
ആരാണ് ഈ സ്റ്റൈലിന് പിന്നിൽ? ഞാൻ തന്നെയാണ്. അത് ശരി, ഇദ്ദേഹമാണ് ഇവിടുത്തെ വ്യത്യസ്തരാം ബാർബർ സിദ്ദീഖ്. അത് ശരി, ഇവരെയൊക്കെ സുന്ദരനാക്കുന്നത് നിങ്ങളാണ്? ആക്കില്ല, ഇവരെ നമ്മൾ തൊടൂല. ഓക്കെ, അപ്പോൾ നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പർ എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ ഒലിപ്പാറ നിങ്ങളുടെ തൊട്ടടുത്ത ജംഗ്ഷനിൽ നടക്കുന്നുണ്ട്. 25,000 രൂപ വരെ നമ്മൾ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് എല്ലാവരും വരണം. അതിനു മുമ്പ് നമുക്കൊരു കുഞ്ഞു സമ്മാനം ഇവിടെ കൊടുത്താലോ? ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഞാൻ കുഞ്ഞു പയ്യനാണ്. അപ്പോൾ ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? റെഡിയാണോ? ഉത്തരം അറിയാവുന്ന ആളൊന്ന് കൈവയ്ക്കാൻ നമുക്ക് അങ്ങോട്ട് ചെല്ലാം, എന്നിട്ട് ചോദിക്കാം. ഓക്കെ, ചോദിക്കട്ടെ? നമ്മുടെ ചോദ്യം ഇതാണ്: വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? ആയി കിട്ടോ സിദ്ദിഖ? അവിടെ കൈപൊക്കി, അവിടെ കൈപൊക്കി. ഫ്രണ്ടിലേക്ക് വാ. തലമുടി നീളം കൂടുന്നത് വെട്ടിക്കഴിഞ്ഞ് പോയാൽ വീണ്ടും വരികയല്ലേ? ഇതല്ല, ഇത് നമ്മളിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നീളം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഉത്തരം അവിടെ ഒരാൾ കൈപൊക്കിണ്ട്, നമുക്ക് പോവാം. എന്താണ്? ഇങ്ങ് വാ. എന്താ പേര്? ചന്ദ്രൻ. എന്താ ഉത്തരം? ഉത്തരം വഴി. അതാണ് റൈറ്റ് ആൻസർ. നല്ല കൈയടി കൊടുത്ത എല്ലാവരും. നമ്മൾ പക്ഷേ കൈയടി മാത്രമല്ല കൊടുക്കുന്നത്. നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പർ ക്യാഷ് പ്രൈസ് 25,000 ഉണ്ട്. അതിന് മുമ്പുള്ള ഒരു സാമ്പിൾ ഗിഫ്റ്റ് ആണ് ഇവിടെ. 25,000 ഒക്കെ വേണമെങ്കിൽ അവിടെ വരണം, ഒലിപ്പാറയിൽ വരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ടാണ് സമ്മാനമായിട്ട് ഇരിക്കുന്നത്. സന്തോഷമായില്ലേ? പൊളി ചേർക്കണം. നാളെ ഈ ഷർട്ട് ഇട്ട് ഇതിൽ തെര പരം നടന്നോളാം. ഈ കളറാണെങ്കിൽ എളുപ്പമാണല്ലേ? അങ്ങനെ നമ്മൾ ഒലിപ്പാറ ജംഗ്ഷനിലെത്തി. സമയം പതുക്കെ സന്ധ്യയായി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് നമ്മുടെ ഗെയിം പോകണം. ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട്, തൊട്ടടുത്തൊരു മുസ്ലിം പള്ളിയുണ്ട്, ഇവിടെ ഒരു സെൻറ്റ് പയസ് ചർച്ച് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ തുടക്കം പരിപാടികളൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം. നമ്മുടെ ഗെയിംസൊക്കെ അങ്ങോട്ട് ആരംഭിക്കാം അല്ലേ? അവിടെ ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 25,000 രൂപ, 25,000 രൂപയും കൈ പിടിച്ചിട്ട് പോണേ. ഇവിടെയെങ്കിലും ആരത് സ്വന്തമാക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും പോരെ. ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. നമുക്കിനി അവിടെ തുടങ്ങിയാൽ മതി. അവിടെ ഫുൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാതാവുണ്ട്. മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം നമുക്ക്. അവരവിടെ റെഡി ആയിക്കോട്ടെ. ഉത്സവമായി, മത്സരമായി, ഉത്സാഹത്തിൻ ഒരുമയുമായി, മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ, സ്വർഗം തീർക്കാൻ. നമസ്കാരം ഒലിപ്പാറ. ഒന്നും കൂടി ഒന്ന് വെച്ചെടുത്തേ നോക്കട്ടെ. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ എല്ലാവരും വന്നേക്കണേ? അല്ലേ? എന്നാലും കുഴപ്പമില്ല, പക്ഷെ നല്ല എനർജി ഉണ്ട്. നമുക്കിനി കുറെ നേരം ഉഷാറാക്കാനുള്ളതാണ്. 1000 രൂപ മുതൽ 25,000 രൂപ വരെ കൈ പിടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കിട്ടിയ ഇഷ്ടംപോലെ പുട്ടടിക്കാം കേട്ടോ. പിന്നെ ഭക്ഷണം കഴിച്ചില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എന്തായാലും നമ്മളപ്പോ തുടങ്ങിയല്ലേ? സി കേരളം സൂപ്പർ ബമ്പർ ഇന്ന് തകർക്കാൻ പോകുന്നത് ദാ ഇവിടെ ഇവരുടെ ഇടയിലാണ്. ഇങ്ങ് ഒലിപ്പാറയിൽ ഇവിടേക്കുള്ള യാത്ര അതിമനോഹരമായിരുന്നു. ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് യാത്രയൊക്കെ ചെയ്ത് ഒരു കിടിലൻ ചായയും കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്ന് നിൽക്കുന്നത് സെന്റ് പയസ് ചർച്ച് അങ്കണത്തിലാണ്. അവിടെയാണ് ഈ ആളുകൾ കൂടിയിരിക്കുന്നത്. അതിഗംഭീരമാണ് കേട്ടോ. നമുക്ക് പൊളിച്ചടുക്കണം മൊത്തത്തിൽ കേട്ടോ. എന്തായാലും നമ്മൾ ആദ്യം തന്നെ ഈ ഒലിപ്പാറയിൽ വന്നിട്ട് ഒരു സ്വാഗതത്തിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി പാട്ട് ആരാ പാടിത്തരണേ? നമസ്കാരം, എന്താ പേര്? എന്റെ പേര് അശ്വിൻ. അശ്വിൻ, ഇത് കൊള്ളാലോ. ഇത് കുറെ കാലമായോ? ഇല്ല, 2 മാസം. 2 മാസം കൊണ്ട് ഇത്രയൊക്കെ വളരും? 2 മാസം. ഇത് ശ്രീനിവാസന്റെ സിനിമ പറഞ്ഞ പോലെ പോയല്ലോ. ഇന്നലെ ഷേവ് ചെയ്തില്ല സാർ എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്ത് ചെയ്യുന്നു അശ്വിൻ? ഞാൻ +2. ഓക്കെ, ഏതാ വിഷയം? ബയോളജി സയൻസ്. ബയോളജി. എന്താണ് ബയോളജി എടുക്കാനുള്ള കാരണം? പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടുപോയതാണ്. പെട്ടുപോയതോ? പെട്ടുമ്പോ നല്ല വല്ല വിഷയത്തിൽ പോയി പെടാൻ പാടില്ലായിരുന്നു. ബയോളജി ഒക്കെ പോയി പെട്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അങ്ങനെയായി പോയി. ആണോ? എന്തായാലും നന്നായി പാട്ട് പാടും. അപ്പൊ നമുക്ക് ഒരു റൂട്ട് ഉണ്ട് ബയോളജി അല്ലെങ്കിലും. ഏത് പാട്ടാ പാടാൻ പോണേ? ഞാൻ ഗുലേബ കവലിയിലെ ഗുലേബ. എന്റെ അമ്മേ, പ്രഭുദേവയുടെ മറ്റേ ഒടിമടി. അടിപൊളി. തുടങ്ങിയാലോ എന്നാ?
ഒലിപ്പാറയിലെ ആദ്യത്തെ സ്വാഗത ഗാനം തുടങ്ങിക്കോ. അശ്വിന്റെ വക ഒരു നല്ല കൈയടി കൊടുത്തേ. തുടങ്ങിക്കോ. സോക്കമാ സോക്കമാ ഏ ജാലിയില ജിം കനദാമാ ഹേ മാമാ പനാമാ പോയി പാട്ടി பண்ணலாமா சோக்கமா ஏசினா ஒரு கானா பாடலாமா நீ வாமா அட ஆளு நைட்டு ரோஸ் தாமா டக்கில் 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 பிளாக் பஸ்டர் சாங்குமா டக்கில் 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 திருப்பி போட்டு வாங்குமா டக்கில் 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 ஏரியாதா தாங்குமா ஜாலிலோ ஜிம் கனதாமா ஏ விக்கல 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 வந்தா தண்ணிய குச்சிக்கமா சிக்கல 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 நாக்கா ஓரமா ஒத்திக்கமா ஏ விக்கல 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 வந்தா தண்ணிய குச்சிக்கமா சிக்கல 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 வந்தா ஓரமா ஒத்திக்கமா சோக்கமா. ഗംഭീരം ഗംഭീരം അതിഗംഭീരം. അശ്വിൻ ഗായകനാവണമെന്നാണ് അപ്പൊ ശരിക്കും ആഗ്രഹം? ഗായകനാവണമെന്ന് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബാൻഡിൽ കയറാൻ കൊള്ളാന്നുണ്ട്. ബാങ്കിൽ പോയിട്ട് പാട്ട് ബാൻഡല്ല, ബാൻഡ് ബാൻഡ്. ഞാൻ ബാങ്കിൽ നിന്നാ കേട്ടത്. ഓക്കെ, ഏതെങ്കിലും ഒരു ബാൻഡിൽ കയറിയാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ഇനിയും കയ്യിൽ കുറച്ച് പൊടിമരുന്നുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ട് ഉണ്ട്. അപ്പൊ അശ്വിനെ നമുക്ക് ഒന്നും കൂടി ആവശ്യം വരും ഇനി മുന്നോട്ട് പോകുമ്പോ. താങ്ക് യു. നമുക്ക് പരിപാടികൾ തുടങ്ങാം. അതിനു മുമ്പ് അശ്വിൻ ഗംഭീരമായിട്ട് പാട്ട് പാടിയതല്ലേ? അശ്വിൻ ആദ്യം തന്നെ നമുക്കൊരു സമ്മാനം കൊടുത്താലോ, ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട്. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഇന്നത്തെ ആദ്യത്തെ സമ്മാനം, പ്രോത്സാഹന സമ്മാനം, നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന ഒരു കിടിലൻ ഷർട്ട് സമ്മാനമായിട്ട് കിട്ടുന്നു നമ്മുടെ അശ്വിന്. സി കേരളം സൂപ്പർ ബമ്പർ 1000 രൂപ മുതൽ 25,000 രൂപ വരെ സമ്മാനം കൊടുക്കുന്ന ഒരു ഗെയിം ആണ് നമ്മുടേത്. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25,000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയാണ്. ആദ്യത്തെ മത്സരാർത്ഥിയെ നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കേണ്ടതുണ്ട്. അതിന് ഒന്ന് ലോട്ട് എടുക്കണം. ഇതിനകത്ത് കുറേ ആളുകളുടെ പേരുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന്, ഗ്രൂം ചെയ്തെടുത്തിട്ടുള്ള ആളുകളിൽ നിന്നുള്ളവരെ ഇതിലൂടെ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഒരാളുടെ നമുക്ക് ലോട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുവാവ നമുക്ക് വേണം. നമ്മൾ വരും. ഓടിവാ. 2 പേരോ? എന്നാ 2 വാ. കേട്ടാ, ഒരാൾ വന്നു, അപ്പൊ അടുത്ത ആള് തള്ളി വിട്ടു. എന്താ പേര്? സഫുവാൻ. ജീം ബൂംബാന്നൊക്കെ പറഞ്ഞ പോലെ ആയാലും അത് എന്താ കറക്റ്റ് പേര് പറഞ്ഞേ? സഫുവാൻ. അതിന്റെ അർത്ഥം എന്താ? പെട്ടുപോയി. അതിന്റെ അർത്ഥം ഒന്നും അറിയൂല. ഇത് ആരാ ഇട്ടത്? അതും അറിയൂല. വീട്ടിൽ ചെന്ന് വാപ്പച്ചിയോട് ചോദിക്കണം കേട്ടോ, ആരാ ഈ സഫുവാൻ എന്നുള്ള പേരൊക്കെ എനിക്ക് ഇട്ടേ എന്നുള്ളത്. ഓക്കെ, എത്രയല്ല പഠിക്കുന്നത്? 1-ലായുള്ളൂ. അയ്യേ, നിന്നെ കണ്ട 10ാം ക്ലാസ്സിൽ പഠിക്കണ പോലെ ഉണ്ടല്ലോ അല്ലേ? ഇവനെ കണ്ട 10ാം ക്ലാസ്സിൽ പഠിക്കണ പോലെ ഇല്ലേ? ഇല്ലേ അല്ലേ? നീ എങ്ങനെ 1ാം ക്ലാസ്സിൽ ചെന്ന് പെട്ടെ? നാളെ തന്നെ കൊണ്ടുപോയി 10ാം ക്ലാസ്സിൽ ഇരുത്താൻ പറയണം കേട്ടോ. അവരെ ആകെ ടെൻഷനായി. ഇതിന്ന് പറഞ്ഞെടുത്ത് എനിക്ക് തന്നേ. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി കേട്ടോ. ഇതാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ. അപ്പോ എന്തായാലും ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അപ്പൊ അതിലെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥിയെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ്, വിളിക്കാൻ പോവാണ്. അത് മറ്റാരുമല്ല, ആൻ മേരി ജോസ്. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. നമസ്കാരം ആൻ മേരി. നമസ്കാരം. സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ഒരു സൂപ്പറായിട്ട് സ്വാഗതം. താങ്ക് യു. 1000 മുതൽ എത്ര രൂപ വരെയാണ് നമ്മൾ സമ്മാനം? 25,000. അതാണ്. എത്ര?
ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ആൻമേരി എത്ര കൊണ്ടുപോകുന്നു? 5000 എന്നാണ് ഇവിടെ പറഞ്ഞത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, 5000 നമ്മൾക്ക് കൊടുക്കാൻ പറ്റില്ല, അതൊരു സെക്കൻഡ് റൗണ്ട് ആണല്ലോ. 10000 സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് 1000. ഓക്കെ, ഗസ് ശരിയാവുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സമ്മാനം തരാം. പക്ഷെ ആരാണ് ഒന്ന് ഗസ് ചെയ്ത് കറക്റ്റ് പറയണം. ഇവിടെ നിന്ന് 1000 പറഞ്ഞ ആരോ ഒന്ന് കൈപൊക്കി നോക്കട്ടെ. ഇപ്പൊ എന്തോരം പേരാ സമ്മാനം എന്ന് പറഞ്ഞപ്പോ അമ്പടാ. ആദ്യം പറഞ്ഞത് ഈ ചേച്ചിയാണ്, അത് ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ചേച്ചിയുടെ പേരെങ്ങനെയാ? എന്താണ്? സിമി എന്നാണ് ആ ചേച്ചിയുടെ പേര്. സിമി ചേച്ചി 1000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 5000 പറഞ്ഞ ആരാ? 3000 എന്ന് ഉറപ്പ് പറയാൻ ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് കൈപൊക്കിയ ആള് എന്താ പേര്? ഇഷാദ് 3000. അവിടെ ചേച്ചി ലിനിയല്ലേ? സിമി ചേച്ചി 1000 എന്ന് പറഞ്ഞിരിക്കുന്നു. ആൻമേരി പറഞ്ഞ ആൻമേരി എത്ര മേടിക്കുന്നു? ചിരിച്ചാ പോലെ ഉത്തരം പറയണം അല്ലേ? ആൻമേരിക്ക് ഒരു ഗസ് എത്ര വരെ കിട്ടാൻ സാധ്യതയുണ്ട്? പറഞ്ഞോ. മിനിമം 1000 കിട്ടണം എന്നുണ്ട്. ബാക്കിയൊക്കെ ലക്ക് പോലെയാണല്ലോ. ബാക്കിയൊക്കെ ലക്ക് പോലെയാണ്. എന്തായാലും ആഞ്ഞ് മത്സരിച്ച് ഒന്ന് നോക്കണ്ട. എന്ത് ചെയ്യുന്നു ആൻമേരി? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ആൻമേരി ഇപ്പോഴല്ല ഡിഗ്രിക്ക് പഠിക്കുന്നു. എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ. അത് ഡിഗ്രി തന്നെയാണല്ലോ അല്ലേ? ഓക്കെ, ഡിഗ്രിയോട് സമാനമായ സംഭവം തന്നെയാണല്ലോ. +2 കഴിഞ്ഞു, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതും ഞാൻ ഗസ് ചെയ്യൂല കേട്ടോ. അത് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, പറഞ്ഞോ. വീട്ടില് പപ്പ, അമ്മ, ചേച്ചി. പപ്പ, അമ്മ, ചേച്ചി. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഹൈദരാബാദില് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. കുത്തിവെക്കലാണ് പരിപാടി. അങ്ങനെയും പറയാം. പപ്പയ്ക്ക് എന്താ പരിപാടി? പപ്പ ഫാർമർ ആണ്. പിന്നെ ചെറുതായിട്ട് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. രാഷ്ട്രീയ ചെറുതായിട്ടേ ഉള്ളൂ. അതെ, ഇവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആണോ? ജോസ് എവിടെയാണ്? ഫാദർ എവിടെയാണ്? എവിടെ? ഒന്ന് കൈവക്കേ. ഒളിച്ചു നിൽക്കാണോ? ജോസേട്ടൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. മോള് സമ്മാനം മേടിക്കുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഈ ഒലിപ്പാറയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാമോ? എന്താണ് ഒലിപ്പാറയുടെ പ്രത്യേകത? എന്തിനാണ് ഒലിപ്പാറ? എന്താണ് ഒലിപ്പാറ? ആരാണ് ഒലിപ്പാറ? എവിടാണ് ഒലിപ്പാറ എന്നൊക്കെ പറയാൻ പറ്റുമോ? ഒലിപ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. അതാണോ അതിന്റെ പ്രത്യേകത? അതൊരു പ്രത്യേകതയാണ്. ഞാൻ ഭാവിയിൽ ആരെങ്കിലും കോൺഫിഡൻസ് അത് പൊളിച്ചു. എന്നിട്ട് ആവട്ടെ. ഇത് പാലക്കാട് ജില്ലയുടെ ഇത് ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇത് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ കുറെ നേരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് വഴിയില്ല. നമ്മള് പറയാല്ലേ വഴി തെറ്റി അവസാനം ഭൂമിയുടെ അറ്റത്തേക്ക് എത്തിയതൊക്കെ. അതുപോലെ പാലക്കാട് ജില്ലയുടെ അറ്റത്തേക്ക് നമ്മൾ എത്തിയേക്കാണ്. അതാണ് ഒലിപ്പാറ. ഓക്കെ, ഇതിന്റെ അപ്പുറത്തേക്ക് അപ്പൊ വഴിയില്ല, മലയാണ്. മലയാണ്. അതായത് നമ്മുടെ സഹ്യാദ്രി മലനിരകളാണ് ആ കാണുന്നത്. എന്ത് മലനിരയാണെന്ന് അറിയാൻ പാടില്ല, എന്തൊക്കെയോ മലയുണ്ട്. അപ്പൊ ഒരു നല്ല ഗൈഡ് കൊടുത്തേ നമ്മുടെ ആനിന്. ഇനിയാണ് അംഗം. ആൻമേരി 1000 രൂപ സ്വന്തമാക്കുന്ന ആദ്യ റൗണ്ടിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് എന്താണ് ഗെയിം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ലോട്ടാണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ലോട്ട് എടുക്കാനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ? വരട്ടെ, 2 പെട്ടി പെട്ടെന്ന് പോരട്ടെ, നമുക്ക് ലോട്ട് എടുക്കാം. അപ്പോ ആൻമേരിക്ക് മത്സരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് വെച്ചിട്ടല്ല മത്സരം, ഇതിൽ നിന്നാണ് മത്സരം. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് എന്ത് പെട്ടിയാണ്. പണപ്പെട്ടി. അതാണ് പറയാൻ രസം, പണപ്പെട്ടി. ഇത് പണപ്പെട്ടി ആണെങ്കിൽ ഇത് എന്ത് പെട്ടിയായിരിക്കും? ഇതാണ് പണിപ്പെട്ടി. കറക്റ്റ്, ഒരു നല്ല ഐഡിയ കൊടുത്തേ. അത് മനസ്സിലായി എന്തായാലും. അപ്പോ അതിൽ നിന്നൊരു ഗെയിം നമുക്ക് എടുക്കാം. റെഡി അല്ലേ? ഒരു ഗെയിം എടുത്തോ. മാലയൊക്കെ ഇടാൻ ഇഷ്ടമാണോ? സ്വർണ്ണമാലയാണോ മുത്തുമാലയാണോ ഇഷ്ടം? അവിടെ ഒരാൾ നെഞ്ചത്ത് കൈവയ്ക്കണ്ടാവും. സ്വർണ്ണമാല എന്നൊക്കെ പറഞ്ഞപ്പോ ജോസേട്ടൻ സ്വർണ്ണമാണ് ഇഷ്ടം. എന്തായാലും ഇവിടുന്ന് കാശിട്ടിയെ മേടിക്കാലോ. ഓക്കെ, അതിനുള്ള കാശ് കിട്ടണം. പക്ഷെ ഇവിടുന്ന് റെഡി. എന്തായാലും ആൻമേരിയുടെ ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് വർണ്ണമാല. അതെന്താ സംഭവം എന്നറിയോ? അറിയത്തില്ല. നമ്മൾ കുറച്ച് സ്റ്റിക്കുകൾ തരും, കളർഫുൾ സ്റ്റിക്കുകൾ. ഈ കുട്ടികൾ കളിക്കുന്ന ഒരു തരം സ്റ്റിക്കാണ് ഇത്. 4 എണ്ണം ജോയിന്റ് ചെയ്ത ഒരു മാലയാവും. അത് 4 ജോയിന്റ് ചെയ്യുക, മാലയാക്കുക, കഴുത്തിലാണ് ചെയ്യുക. അങ്ങനെ എത്ര മാല ഇടണം എന്നുള്ള കണക്കൊക്കെ നമ്മൾ തരും. 120 സെക്കൻഡാണ് സമയം കിട്ടുക. 120 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് വരും. ഓക്കെ, അതിനുള്ളതാണ് ഗെയിം വേണ്ടത്. നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? അപ്പൊ ആൻമേരി ആദ്യത്തെ ഗെയിമിന് റെഡി ആയി നിൽക്കുകയാണ്. വർണ്ണമാലയാണ് ഗെയിം. തുടങ്ങുന്നു. വർണ്ണമാല.
ഇത് കണ്ടാൽ നമ്മൾ പച്ചക്കറി കടയിലൊക്കെ മേടിക്കാൻ കണ്ട ഉള്ളിപ്പ് പോലെ ഉണ്ട്. ഇതല്ല സംഭവം. ഇതാണ് നമ്മുടെ വർണ്ണമാലയ്ക്കുള്ള സംഭവം. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതാണ്ട ഇങ്ങനെ വെക്കാം. ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെയാവും. ഓക്കെ, ഇത് 4 എണ്ണം ചേർത്തിട്ട് ഒരു മാലയാവും. കറക്റ്റ് റൗണ്ട് ചെയ്ത് വരും. അത് കഴുത്തിലിടുക. അതാണ് ഗെയിം എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു മാലയിൽ ഒരു നിറം രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. 4 നിറമായിരിക്കണം. ഓക്കെ, മൊത്തം 120 സെക്കൻഡാണ് നമ്മൾ ആൻമേരിക്ക് കൊടുക്കുന്നത്. 120 സെക്കൻഡിനുള്ളിൽ 6 മാലകൾ കഴുത്തിലുണ്ടാവണം. എത്ര? 6. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ആൻമേരി വർണ്ണമാല ഉണ്ടാക്കി കഴുത്തിൽ അണിയാൻ പോകുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നല്ലൊരു കൈ കൊടുത്തേ, എന്നിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച ആൻമേരിയുടെ നിറം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരേ നിറം റിപ്പീറ്റ് വരരുത്. അതിൽ വന്നിട്ടില്ല. അടിപൊളി. ഒന്നാമത്തെ മാല. അടുത്തത് 2. അതിൽ മഞ്ഞയും ഓറഞ്ചും വന്നു. അടുത്തത് റെഡ് എടുത്തു. ഓക്കെ, ഇനി നീലെടുത്തു. സംഭവം സെറ്റപ്പായി. ഇത് നമുക്ക് 6 കൂടുതൽ കൊടുക്കായിരുന്നു എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് 6 മാല ഉണ്ടാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു കൈ കൊടുത്തേ. പോട്ടെ. ഓക്കെ, 3ാമത്തെ മാലയിൽ പണി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും അറിയായിരുന്നു ഈ പരിപാടിയിൽ മുമ്പ്. ഓല കൊണ്ടൊക്കെ മാല ഉണ്ടാക്കിയിട്ട് തോന്നുന്നു. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 50 സെക്കൻഡ്. അപ്പോഴേക്കും ആള് 3 മാല സെറ്റാക്കി. ഓക്കെ, നാലാമത്തെ മാലയാണ് ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി. അതും തീർന്നു. ഇനി 2 മതി. ഓക്കെ, 2 മാല മതി. 50 സെക്കൻഡ് ഇനി ബാക്കിയുണ്ട് കേട്ടോ. 5ാമത്തെ മാല. ഇനി ലാസ്റ്റ് വൺ. പോട്ടെ. ലാസ്റ്റ് വണ്ണാണ് ഇനി. ഒരു നല്ല കൈ കൊടുത്തേ. ആറ് വർണ്ണമാല കഴുത്തിലണിഞ്ഞ് വിജയശ്രീ ലാളിതയായി നിൽക്കുന്നു. ആര്? ആൻമേരിക്ക് കിട്ടുന്നു 1000 രൂപ. അവിടുത്തെ ഗസ് ഓക്കെ കേട്ടോ, പക്ഷെ തോറ്റ് പിന്മാറിയിട്ടില്ല. മൊത്തം എത്ര എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. 1000-ൽ ഔട്ടായാൽ ആ ചേച്ചി പറഞ്ഞത് ശരിയായി 1000 രൂപ. മുന്നോട്ട് പോയാൽ ആ ചേച്ചി പറഞ്ഞത് തെറ്റി. അടുത്ത ആൾ ആരാ പറഞ്ഞതെന്നുള്ളത് നമ്മൾ നോക്കാം. റെഡി? അപ്പൊ ആൻമേരിക്ക് 1000 രൂപ നമ്മളിപ്പോ തരും. അതിനു മുമ്പ് ഈ സന്തോഷത്തിൽ നമുക്ക് കുറച്ച് ആട്ടും പാട്ടും ആയാലോ? ഇവിടെ ഒലിപ്പാറയിലെ ചില മുത്തുകൾ പാട്ടും ഡാൻസുമായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കത് കണ്ടാലോ? Nim, cruel,
damba damba ziola parana. Nim boom boom min kwe. Nim muamin. അപ്പോ ആട്ടവും പാട്ടവും കഴിഞ്ഞു. ഇനി നമുക്ക് ആനിന് 1000 രൂപ കൊടുക്കാനുള്ള, കടം വെക്കരുത്, നമ്മൾ ആദ്യം തന്നെ 1000 രൂപ തരാൻ പോവാണ്. സന്തോഷല്ലേ? ഒരു നല്ല കൈ കൊടുത്തേ. 1000 രൂപ. ആദ്യ റൗണ്ട് ഗംഭീരമായി മത്സരിച്ച് ആൻ നേടിയിരിക്കുന്നു 1000 രൂപ. പിടിച്ചോ, ഒന്നും നോക്കണ്ട. ഓക്കെ, അപ്പോ മാല മേടിക്കാനുള്ള 1000 രൂപയായി. ആനിന് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോകണം. രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് 2000 രൂപയുടെ റൗണ്ടാണ്. അത് ആക്ച്വലി 3000ത്തിലേക്കുള്ള, ഉറപ്പായിട്ടും കിട്ടുന്ന 3000 രൂപയാണ്. 3000ത്തിലേക്ക് എൻട്രി ഗെയിമാണ്. അപ്പൊ ഇത് നന്നായി മത്സരിക്കണം. റെഡി? അടുത്ത മത്സരത്തിലേക്ക് പോകാം. ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്ത് ഗെയിം എടുത്തോ. ഓക്കെ, ഈ ഗെയിമിന്റെ പേര് ചിങ് ചാങ് മിഠായി എന്നാണ്. ഈ ചിങ് ചാങ് മിഠായി എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് പരിപാടിയാണ്. പക്ഷെ നമ്മൾ അതിലിടുന്നത് നമ്മുടെ തനി നാടൻ നല്ല ചുവന്ന നിറത്തില്, ഓറഞ്ച് നിറത്തിലൊക്കെ വരുന്നത് തേൻ മിഠായി. ആ മിഠായിയാണ് നമ്മൾ തരുന്നത്. ആ മിഠായി നമ്മൾ ചൈനീസ് സ്റ്റൈല്, ഈ ചൈനീസുകാർ ഭക്ഷണം കഴിക്കുന്നുണ്ടോ മറ്റേ ചോപ്പ് സ്റ്റിക്ക് വെച്ചിട്ട്, അത് ഒരു 2 വിരലിലിട്ടിട്ട് ഇങ്ങനെയാണ് അവർ കഴിക്കുന്നത്. പകരം ഇതുപോലെ 2 സ്റ്റിക്ക് നമ്മൾ തരും. 2 കയ്യിലും പിടിച്ച് ഈ മിഠായി ബാലൻസ് ചെയ്തെടുത്തിട്ട് വേണം കഴിക്കാൻ. ഇത്തിരി ബുദ്ധിമുട്ടി വേണം ഈ മിഠായി കഴിക്കാൻ എന്നർത്ഥം. അതുകൊണ്ടാണ് ഈ ഗെയിമിന് നമ്മൾ പേരിട്ടത് ചിങ് ചാങ് മിഠായി. അപ്പോ സി കേരളം സൂപ്പർ ബമ്പറിൽ ദേ അടുത്ത മത്സരത്തിന് ആൻമേരി തയ്യാറായി നിൽക്കുന്നു. ആൻമേരിക്കുള്ള ചോപ്പ് സ്റ്റിക്ക് ദാ എന്റെ കയ്യിലുണ്ട്. ഇത് ഇങ്ങനെ ആണ് അവർ കഴിക്കുന്നത്. അത് ഭയങ്കര സ്പീഡിൽ കഴിക്കും. പക്ഷെ ഇത് തന്നെ നമുക്ക് പാടാണ്. അപ്പോൾ ഇത് 2 കയ്യിൽ പിടിച്ച് ഇത് ബാലൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പാടായിരിക്കും. എന്തായാലും ഐശ്വര്യമായിട്ട് അത് മേടിച്ചോ. ഇതിന്റെ ഈ അറ്റത്ത് പിടിക്കുക, ഇതിൽ ബാലൻസ് ചെയ്തെടുക്കുക. മൊത്തം 100 സെക്കൻഡ് സമയം നമ്മൾ തരും. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഉണ്ട്. അതിനകത്ത് 2 തന്നാൽ മതി. എന്തായാലും നമ്മൾ ഗെയിം തുടങ്ങുന്നു. നന്നായിട്ടൊന്ന് പ്രോത്സാഹിക്കുന്നത്. ഇത്തിരി ടഫ് ഗെയിമാണ്. നന്നായിട്ടൊന്ന് കൈയടിച്ചേ. ഓക്കെ, ഇതിൽ 1000 രൂപയ്ക്ക് മുകളിലോട്ട് പോയാൽ ആൻമേരി ജയിച്ചു. അതാ ഇവിടെ തോറ്റു കഴിഞ്ഞാൽ ജയിക്കുന്നത് അപ്പുറം നിപ്പുണ്ട്. ഗസ് ചെയ്തതിൽ ഇത് ചേച്ചിയായിരിക്കും ജയിക്കുന്നത് കേട്ടോ. ചേച്ചിനെ ജയിപ്പിക്കാൻ അനുവദിക്കരുത്. എങ്ങനെയെങ്കിലും 2 കഴിക്കണം. അപ്പോ ആൻമേരിയുടെ സമയം ആരംഭിക്കുന്നു. 1 2 3. നല്ലൊരു കൈ വരട്ടെ. പോരട്ടെ ബാലൻസ് ചെയ്തിട്ട്. തേൻമിഠായാണ് ഇതാ കഷ്ടപ്പെട്ട് കഴിക്കണേന്ന് ആലോചിക്കണം. അവിടെയാണ് സങ്കടം വരുന്നത്. അമ്പടിയും മെഴുക്കി കമ്പും തിന്നു. അതെ, ഈ ചോപ്സ്റ്റിക്ക് തിന്നണ്ട കേട്ടോ. നന്നായിട്ട് കഴിച്ചേ. ഓക്കെ, രണ്ടാമത് പോയി. സമാധാനമായി, ഒരെണ്ണോട്ട് പോയി. 20 സെക്കൻഡ് കഴിഞ്ഞു കേട്ടോ. ഇത് കുറച്ചുകൂടി അറ്റത്തേക്ക് പിടിച്ചേ. ഈ ചോപ്സ്റ്റിക്ക് കുറച്ചുകൂടി അകത്തേക്ക് പിടിച്ചേ. ഇവിടെ 2 തേൻമിഠായി ആൻമേരി കഴിച്ചപ്പോ കൊള്ളിയാൻ പാഞ്ഞത് അവിടെയാണോ തോന്നണേ ചേച്ചി? ഒന്ന് അവിടെ വരെ പോയിട്ട് വരാം കേട്ടോ. എന്ത് തോന്നുന്നു ഗസ് ചെയ്ത ആൾക്കിപ്പോ? ആ കുട്ടി നല്ല സ്മാർട്ടാണ്, അതുകൊണ്ട് അവൾക്ക് കിട്ടി. മുന്നോട്ട് പോട്ടെ. ഞാൻ വെറുതെ വിടുന്നില്ല. എന്തായാലും ഗസ് ചെയ്ത ആൾക്ക് ഷുഗർ ഒന്നും ഇല്ലല്ലോ. ദേ ഒരു തേൻമിഠായി സമ്മാനം കൊടുക്കണ്ട കേട്ടോ. ഒന്ന് നല്ല കൈ. ആൻമേരി 3000 ഉറപ്പായിട്ടും കിട്ടുന്ന റൗണ്ടിലേക്ക് കടന്നിരിക്കുന്ന ഒരു കൈഡി കൊടുത്തേ. ആ 3000ത്തിന്റെ ഗെയിമിലേക്ക് നമ്മൾ പോകുന്നതാണ്. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പറിൽ നമ്മൾ എടുക്കുന്ന ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അതിൽ നമ്മൾ ഇനി ആൻമേരി 3000 രൂപ ഉറപ്പായിട്ടും കിട്ടുന്ന ആ റൗണ്ടും മത്സരിക്കാൻ പോവാണ്. ഇത് പൊളിച്ചടിക്ക് മത്സരിച്ച് 3000 രൂപ കയ്യിലിരിക്കും കേട്ടോ. റെഡി അല്ലേ? അപ്പോ ഇതിന്ന് നമുക്ക് ഗെയിം എടുക്കാം. അടുത്ത ഗെയിം എന്ന് പറയുന്നത് ജിം ബ്രൂം ബാ. ഓക്കെ, എന്തായാലും ഗെയിം പറഞ്ഞുതരാം. നമ്മൾ ഈ
എന്താ പറയുക, ജിമ്മിലൊക്കെ യൂസ് ചെയ്യുന്ന ബോളില്ലേ എക്സസൈസ് ചെയ്യാൻ വേണ്ടി, അതിനകത്തൊരു പിടിയുള്ള ഒരു ബോൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് വലുത്. ആ ബോള് അതിൽ കയറി ഇരുന്നിട്ട് നമ്മളിങ്ങനെ തവള ചാടുന്ന പോലെ തുള്ളി തുള്ളി പോകണം. ഒരു സൈഡിൽ നമ്മൾ ബോൾ വെച്ചിട്ടുണ്ടാവും, ആ ബോൾ കളക്ട് ചെയ്ത് അപ്പുറത്ത് എത്തിക്കണം. അപ്പോൾ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോൾ എടുക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ കൂടി ആൻ മേരിക്ക് ഇപ്പോൾ ഇവിടേക്ക് വിളിക്കാം. ആരാണ് ഫ്രണ്ടിനെ വിളിക്കുക? ആൽബി ചേച്ചി. ആൽബി. ആരാ ആൽബി? ആരാ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി. അപ്പൊ ഇതാണ് ആൽബി ചേച്ചി. ആൽബി ചേച്ചി എത്രയിലാണ് പഠിക്കുന്നത് ചേച്ചി? ഞാൻ MCA ഇപ്പൊ കഴിഞ്ഞു. MCA കഴിഞ്ഞു അല്ലേ? ഓക്കെ. എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ? പാട്ടൊക്കെ പാടൂ, ഡാൻസ് കളിക്കൂ? പാട്ട് പാടാൻ ഇഷ്ടമാണ്, ഡാൻസ് കളിക്കില്ല. ഡാൻസ് കളിക്കില്ല, അത് ഇഷ്ടമല്ല. കാണാൻ ഇഷ്ടമാണ്, ഡാൻസ് ഞാൻ കളിക്കില്ല. ഓക്കെ, നമുക്ക് എന്നാ ഒരു പാട്ട് കേട്ടിട്ടായാലോ ഗ്രൗണ്ടിലേക്ക്? കാരണം ഇത് ഇത്തിരി റിസ്ക് ഉള്ള ഗെയിമാ, ജിംബ്രൂംപേ ആണല്ലോ. ഒരു പാട്ട് ആൽബി നമുക്ക് പാടി തരട്ടെ ആദ്യം, അല്ലേ? റെഡി, തുടങ്ങിക്കോ. ഒരു അടിപൊളി പാട്ടായിക്കോട്ടെ. ആരോഹണം അവരോഹണം നീളും ജീവിതാലാപനം, ശ്രുതി ചേരാതെ സ്വരമാവാതെ ഈണങ്ങൾ പാടിയിടുമ്പോൾ ഏതോ രാഗം ഏതോ താളം മൂകം നെഞ്ചിൽ പേറി. ആരോഹണം അവരോഹണം നീളും ജീവിതാലാപനം. വളരെ അർത്ഥവത്തായ പാട്ടാണ് ഇവിടെ നിന്ന് പാടിയത്. ഒരാളെ ഗെയിമിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആരോഹണം അവരോഹണം. ഗെയിമും അങ്ങനെ തന്നെയാണ്, എപ്പോ വേണമെങ്കിലും മുകളിലേക്കും പോകാൻ താഴേക്കും വരാം കേട്ടോ. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. റെഡി അല്ലേ? അപ്പോ ഇവർ രണ്ടുപേരും ഇനി ഒന്നിച്ച് മത്സരിക്കാൻ പോകുന്നു. ജിം ബ്രൂം ബാ. അപ്പോ ആൻമേരിയും ആൽബിയും ദേ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നു. ഒരു കയ്യടി കൊടുത്തേ. കയ്യടികൾ കൂമ്പാരമാവട്ടെ. ഇതിൽ കയറി ഇരുന്നിട്ടാണ് തവള ചാടുന്ന പോലെ ചാടി അവിടം വരെ പോകേണ്ടത്, അറിയാലോ. ആൽബി ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ആ സ്മൈലി ബോളുകൾ ഓരോന്നോരോന്ന് എടുത്ത് ഇവിടെ വെച്ച് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ടൈമിങ്ങിന്. ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന പോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും തിരിച്ചു വരണം. 80 സെക്കൻഡ് സമയമാണ് നമ്മുടെ ഉള്ളത്. നമ്മുടെ സെക്കൻഡ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും കാശ് കൂടുമ്പോൾ. ഓക്കെ, 80 സെക്കൻഡ് സമയത്തിനുള്ളിൽ 8 എണ്ണം. ഓക്കെ, 8 മഞ്ഞ ബോള് അതിലെത്തണം. അതാണ് കണക്ക്. അത് നല്ല കണക്കല്ലേ? 8 എണ്ണം നല്ല കണക്കല്ലേ? അപ്പോ 8 എണ്ണം മറക്കണ്ട. 80 സെക്കൻഡ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വേഗം കൊടുത്തോ. 80 സെക്കൻഡ് ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ. അത് ശരി, ഇത് 10 കൊടുക്കായിരുന്നു. ഒന്ന് നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കാതല്ലേ? 2 എണ്ണം അവിടെ എത്തിയിട്ടുണ്ട്. 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 3 ബോൾ അവിടെ എത്തി. 20 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 3 ബോൾ അവിടെ എത്തി. 3000 രൂപയാണ്. 4 എണ്ണം അവിടെ എത്തി. എബിയുടെ കൈയാണല്ലോ വിറയ്ക്കുന്നത്. അവിടെയാണ് കൈ വിറയ്ക്കുന്നത്. എബി പോട്ടെ, ആൽബിയാണ്. ആൽബിയുടെ കൈ വിറച്ചു. 5 എണ്ണം. ഇനി 3 എണ്ണം മതി. വളരെ വേഗത്തിൽ. 40 സെക്കൻഡ് കഴിഞ്ഞിരിക്കുന്നു. 6 എണ്ണം. കറക്റ്റ് ടൈമിംഗ്. 6 എണ്ണം. ഏഴാമത്തെ ഓടി. അയ്യോ, സൂക്ഷിച്ച് വീഴണ്ട. ഇത് കയറിട്ടോ. അപ്പൊ ലാസ്റ്റ് ചെയ്തത് കൂട്ടില്ല എന്നാണ് പറയുന്നത് ഗെയിം മാസ്റ്റർ, കാരണം അവിടെ ഇടിഞ്ഞൊളിഞ്ഞ് വീണുണ്ട്. അപ്പൊ ഇനി ഒരെണ്ണം കൂടി. സമയമുണ്ട്. ഒരെണ്ണം കൂടി അവിടെ ചാടണോട്ടോ. ഇരുന്ന് ചാടണം. അങ്ങനെ അത് തന്നെ. 8 എണ്ണം. അപ്പോ ആൻമേരി 3000 രൂപ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി 5000ന്റെ റൗണ്ടിലേക്കാണ് കിടക്കാൻ പോകുന്നത്. അവിടെ നിന്ന് തോറ്റു കഴിഞ്ഞാൽ അവിടെ സമ്മാനം പോകും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 10000ത്തിലേക്ക് പോകും. റെഡിയല്ലേ? പോവാം. നല്ലൊരു ഗൈഡ് എടുത്ത് ഒന്നുകൂടി ആൻമേരിക്ക്. ആൻമേരി ഗംഭീരമായിട്ട് മത്സരിച്ചു. ആൽബി സപ്പോർട്ട് ചെയ്തു. ആൽബിയുടെ കൈയാണ് ഏറ്റവും കൂടുതൽ വിറയ്ക്കുന്നുണ്ടായത്. ബോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തോണ്ടിരുന്നത്. തുടങ്ങിയപ്പോൾ സ്ലോ പാട്ടാ പാടിയത്. എന്തായാലും ആള് ജയിച്ച സന്തോഷത്തിൽ നമുക്ക് ഒരു അടിപൊളി പാട്ട് പാടിയിട്ട് ടാറ്റ പറയാം. ഒരു പാട്ട് പാടി, അടിപൊളി പാട്ട് പാടി. പെട്ടെന്നായിക്കോട്ടെ. എല്ലാരും കൈയടിക്കണം കേട്ടോ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. कजरा मोहब्बत वाला आँखों में ऐसा डाला, कजरे में ले ली मेरी जान, हाय रे मैं तेरे कुर्बान, दुनिया है मेरे पीछे लेकिन मैं तेरे पीछे, अपना बना ले मेरी जान, हाय मेरे तेरे कुर्बान, हाय रे मैं तेरे कुर्बान. അടിപൊളി. ഒരു നല്ല കൈയടി കൊടുത്തേ.
ആൻമേരി അപ്പൊ പാട്ടൊക്കെ പാടി ഉഷാറാക്കി കൂട്ടുകാരി. ഉഷാറായി. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകണം. അടുത്തത് 5000ന്റെ റൗണ്ട് എന്ന് പറയും, പക്ഷെ അത് 10,000ത്തിലേക്കുള്ള എൻട്രി ആണ്. ഓക്കെ, അപ്പൊ 5000 നന്നായി മത്സരിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ ചാക്കിൽ ചാട്ടത്തിലൊക്കെ പങ്കെടുത്തുണ്ടോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്? ഇല്ല. ആദ്യമായിട്ടാണ് ഇത്രയും കഠിനമായ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും. വീണിട്ടൊന്നും പറ്റിയില്ലല്ലോ രമണ. എന്തായാലും ആൻമേരിക്ക് ഒരു നല്ല കൈഡി കൊടുക്കാം. ഒപ്പം നമുക്ക് ആൻമേരിയുടെ 5000ന്റെ റൗണ്ടിലേക്ക് കിടക്കാം. അപ്പോ അടിപൊളിയായി 3000 രൂപ സ്വന്തമാക്കിയിട്ട് ആൻമേരി ഇവിടെ നിൽക്കുകയാണ്. ആൻമേരിക്ക് ഞാൻ കുറച്ച് കാശ് കടം തരാനുണ്ടല്ലേ, കുറച്ച് ബാലൻസ് തരാനുണ്ട്. 2000. കറക്റ്റ് കണക്കാണ്. 1000 തന്നിട്ടുള്ളൂ, 2000 രൂപ തരാനുണ്ട്. അപ്പോ ആ 2000 രൂപ നമ്മൾ ആദ്യം കൊണ്ട് കൊടുത്തേക്കാം. അത് വെച്ചോണ്ടിരിക്കണ്ട, ഒരു കൈഡി കൊടുത്തേ. 2000 രൂപ ആൻമേരിക്ക് കിട്ടുന്നു. ഇനി 5000ന്റെ റൗണ്ടിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഏതാണ് ഗെയിം നോക്കാം. ഗെയിം എന്ന് പറയുന്നത് നാട്ടുകാർ മിക്കവാറും ചിരിച്ചിരിച്ചാവും, കാരണം പേരിൽ അതുണ്ട്. ആൻമേരിയുടെ അവസ്ഥ എന്താവുമെന്ന് എനിക്ക് അറിയില്ല. ഗെയിമിന്റെ പേര് ചിരിക്കുത്ത് എന്നാണ്. നമ്മുടെ കയ്യിൽ ഒരുപാട് സ്മൈലി ബോൾസ് ഉണ്ടല്ലോ, നേരത്തെ സംഭവം. അവിടെ ഒരു ബോർഡ് വെക്കും, അതിൽ നമ്മൾ പിന്ന് വെച്ചിട്ടുണ്ടാവും, സൂചി ഉണ്ടാവും. ഈ ബോള് ആട്ടി ആട്ടി അതിൽ കുത്തിക്കയറ്റുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചിരിക്കുത്ത് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടേക്കട ഗെയിം മാസ്റ്റർ. മനസ്സിലായില്ലേ? അതിലൊരു കുത്തുണ്ട്. അതാണ്, ഒരുമാതിരി കുത്തായി പോയി. എന്തായാലും അപ്പോ 5000ന്റെ റൗണ്ടിലേക്ക് ആൻമേരി കിടക്കുന്നു ചിരിക്കുത്തും കൊണ്ട്. ആൻമേരി 5000ന്റെ റൗണ്ടിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇവിടെ മഞ്ഞ സ്മൈലി ബോളുകൾ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഒരു സൂചിയൊക്കെ ഉള്ള ഒരു ബോർഡ് ഉണ്ട്, കയ്യിലൊരു സൂചിയും തന്നിട്ടുണ്ട്, ഒരു സ്റ്റിക്കിൽ. ഇത് കടിച്ചു പിടിച്ച് ഒരു മഞ്ഞ ബോൾ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇത് കടിച്ചു പിടിച്ചിട്ട് അത് കുത്തി തറയ്ക്കുക, എന്നിട്ട് ആട്ടി അതിൽ ആ ആണിയിൽ തറയ്ക്കുക. ഇത്രയും ടാസ്ക് ഉണ്ട്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇത്തവണ, കാരണം ഗെയിം മുന്നോട്ട് പോയല്ലോ. അതാണ് 60 സെക്കൻഡ് സമയം കൊടുക്കുന്നുണ്ട് നമ്മള്. 60 സെക്കൻഡ് സമയത്തിനുള്ളിൽ ഇത്രയും മഞ്ഞ ബോളിൽ നിന്ന് 3 എണ്ണം അവിടെ എത്തണം. 3 എണ്ണം. ഓക്കെ, നടക്കുമെന്ന് നോക്കാം നമുക്ക്. എന്തായാലും ഗെയിമാണ്, അപ്പോൾ ഉഷാറായിട്ട് മത്സരിക്കണം. അതിൽ നിന്ന് ഒരു മഞ്ഞ ബോള് അവിടെ നിന്നോ തുടങ്ങാം നമുക്ക്. ഓക്കെ, റെഡി അല്ലേ? 60 സെക്കൻഡ്സ് ആരംഭിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു നല്ല കൈഡി എടുത്തേ. അത് ആഞ്ഞു കുത്ത്, എന്നാലും അത് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കൊത്തണം. അങ്ങനെ കിട്ടിയൊന്നും കിട്ടിയില്ല. ഒന്നുകൂടി ട്രൈ ചെയ്യും. അതൊന്ന് അമർത്തി നോക്കി വെച്ചിട്ട് അതിന് വെച്ചിട്ട് ഒന്ന് അമർത്തി നോക്കി. അത് അത്രയും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവിടെ കയറും. സാധ്യത കുറവാണ്, കേട്ടതാണ്. ഓക്കെ, ആഞ്ഞ്. ഇനി പതുക്കെ ഇതാണ് ഊരിയെടുത്തേ. എന്തൊക്കെയോ നടക്കുന്നുണ്ട് അവിടെ. ഒന്ന് നല്ല കൈയ്യടി കൊടുത്തേ. 30 സെക്കൻഡ് കഴിഞ്ഞ് പയ്യെ. അതാണ് പോരട്ടെ. ഈ സൈഡിൽ നിന്ന് പ്രോത്സാഹനം പോരാ. ഓക്കെ, കിട്ടുന്നില്ല. ഇനി അത് ഒഴിവാക്കി നമുക്ക് വേറെ ബോൾ നോക്കണോ? ആ ബോളിൽ വന്നില്ല, വേറെ ബോൾ ഓടിപ്പോ എടുത്തിട്ട് വരാം. അധികം ബലത്തിലൊക്കെ ഉണ്ട്, കാരണം അത് അത്ര ആഴത്തിൽ പോയതുകൊണ്ടാണ് അത് ഒന്നും സംഭവിക്കാതിരുന്നത്. ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ട്രൈ ചെയ്യും. 40 സെക്കൻഡ് ആയിട്ടുണ്ട് കേട്ടോ. മെല്ലെ മതി. ഒന്ന് പിടിച്ചു നോക്കി. ഒന്ന് കൈയടിച്ച് എല്ലാവരും കൈയടിച്ച്. കിട്ടി. പൊക്കിയെടുക്ക. കിട്ടുന്നില്ല. ഒന്നുകൂടി. അവിടെ റെഡി. ഒന്ന് ആഞ്ഞ്. ഒരെണ്ണം അവിടെ എത്തിച്ചു. ഇനി നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. രണ്ടാമത്തെ അവിടെ എത്തിക്കുമെന്ന് നമുക്ക് നോക്കാം. മൊത്തം 3 എണ്ണം നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്ത് ചെയ്യാം, സമയം കുറവാണ്. കൗണ്ട് ഡൗൺ തുടങ്ങാം. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ആൻമേരി ഒരെണ്ണം പക്ഷെ ഇവിടെ എത്തിച്ചു. അതിന് ഒരു സ്പെഷ്യൽ ഷെയ്ക്ക് ഹാൻഡ് ഉണ്ട്. ബാക്കി സമ്മാനങ്ങളുണ്ട്. വെറും കൈയോടുകൂടി നമ്മൾ പറഞ്ഞായിരിക്കില്ല. ഇപ്പൊ ആൻമേരിക്ക് എത്ര രൂപ കിട്ടി? എത്ര? അപ്പൊ 3000 ഗസ് ചെയ്ത പയ്യനൊന്ന് ഇങ്ങോട്ട് വന്നേ. ആൻമേരി 3000 രൂപയും കൊണ്ട് ഇവിടുന്ന് പോവൂ എന്ന് പറഞ്ഞ ബിരുദനാണ് ഇത്. ഈ ഇവന്റെ എന്താ പേര്? റിഷാദ് ആണ്. റിഷാദ് എത്രയല്ല പഠിക്കുന്നത്? 8-ലായോ? അത് ശരി, നീ ശരിക്കും 8-ലായോ? പിന്നെ പോട, ഞാൻ വിശ്വസിക്കൂല. എന്തായാലും ഇവനെ
ഇവൻ ആൻമേരി 3000 രൂപയും കൊണ്ട് പോവുള്ളൂ എന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ടല്ലേ ഈ ഗെയിമിൽ ആൻമേരി തോറ്റത്. ആൻമേരി ഈ ബോളറിനെ പിടിച്ചേ, എന്നിട്ട് ആ ബോളറിന് ഇവിടെ വെച്ചേ, നീ ആ മൈക്കൊന്ന് തന്നേ, ഈ ഗെയിം ഒന്ന് ട്രൈ ചെയ്തേ ഒരു തവണ. ഇതെടുത്തോ, ഈ സ്റ്റിക്ക് എടുത്ത് കടിച്ചു പിടിച്ചോ, ഇത് നേടും, നോയിക്കോ മിടുക്കനാ, കടിച്ചു പിടിച്ചോ. എന്നിട്ട് അത് അത് ഒന്ന് 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 ആഞ്ഞ് കൊത്തടാവേ, നീ എന്തോന്നത് കാണിക്കണേ. ഹൈ ഓക്കെ. അവസാനം ഇതുകൊണ്ട് എന്നെ കിട്ടിയില്ല കിട്ടി ഒന്ന് പൊക്കി നോക്കി അത് തെന്നിച്ച് കളഞ്ഞു ഒന്നുകൂടി. അത് തന്നെ കറക്റ്റ്. പൊക്ക് ഒന്നുകൂടി. എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. മതി, ഇതിൽ കൂടുതലൊന്നും അവനെ പരീക്ഷിക്കാൻ വയ്യ എനിക്ക്. എന്തായാലും ഇവർക്ക് 2 പേർക്കും നമുക്ക് സമ്മാനം കൊടുക്കാനുണ്ട്. ഒരാൾക്ക് 3000 രൂപയും ഒപ്പം ഒരു സമ്മാനവും, അതുപോലെ തന്നെ ഗസ് ചെയ്ത ആൾക്കുമുള്ള സമ്മാനങ്ങളൊക്കെ പെട്ടെന്ന് പോരട്ടെ. അപ്പോ ആൻമേരി 3000 രൂപയെ സ്വന്തമാക്കൂ എന്ന് പറഞ്ഞ് റിഷാദിന് നമുക്കൊരു കാര്യം ചെയ്യാം. കാരവൻ ഐസ്ക്രീം പാർലർ നൽകുന്ന ഒരു അടിപൊളി സമ്മാനം കൊടുത്താലോ? ഒരു നല്ല കൈയടി കൊടുത്തേ, മേടിച്ചേ. ഒരു കൂട്ടുകാരൊക്കെ കുറച്ചുകൂടി ഉഷാറായിട്ട് കൈയടി എടുത്തേ. അതാണ് ഓക്കെ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മത്സരാർത്ഥി ഇവിടെ നിൽപ്പുണ്ട്. 3000 രൂപ കിട്ടിയിട്ടുണ്ട്. ഒപ്പം നമ്മൾ ഫോർവിഷ് മാട്രസ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം താങ്കൾക്കും തരികയാണ്. ആൻമേരിക്ക് ഒരു നല്ല കൈയടി കൊടുത്തേ. ഓക്കെ, അപ്പൊ 2 ആളോടും ടാറ്റ, വീണ്ടും കാണാം. സി കേരളം സൂപ്പർ ബമ്പർ നമ്മളിവിടെ ഒലിപ്പാറയിൽ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. പക്ഷേ ഇന്നത്തെ സൂപ്പർ ബമ്പർ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ നാളെ സൂപ്പർ ബമ്പർ ഉണ്ടാകും. അത് ഇവിടെ ഈ ഒലിപ്പാറയിൽ തന്നെ ആയിരിക്കും. റെഡിയല്ലേ? തൽക്കാലം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഗുഡ് ബൈ.